ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വീണ്ടും പോവുകയാണ് സിനിമ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ പൃഥ്വിരാജിൻ്റെ വിലായത് പുത്ത കാണാനാണ് പോകുന്നത്. ഇത് കണ്ട റോട്ടുമിലൊക്കെ പശുക്കളാണ് കേട്ടോ, സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ റോട്ടിൽ കിടക്കും, അങ്ങനത്തെ അവസ്ഥയാണ്. ഇത് കുറച്ച് നല്ല ഒരു റഷുള്ള ഒരു ടൗണാണ് തിരുവേർക്കാട് എന്ന് പറഞ്ഞിട്ട്. ഇതിലൂടെ പോകുമ്പോൾ ഇവിടെ ഒരു പ്രൈവറ്റ് ഓഡിറ്റോറിയം കാണാം കേട്ടോ. എന്തോ വലിയ പാലസ് പോലത്തെ ഓഡിറ്റോറിയമാണ്, പേരും എന്തോ പാലസ് എന്നാണ്. ഇവിടെ എന്തോ കാര്യമായ ഫംഗ്ഷനാണ്. കാരണം ഇവിടെ നിന്ന് തൊട്ടിട്ട് അങ്ങ് ഹൈവേയിലെത്തുന്ന റോഡ് വരെ ഫുൾ 2 ഭാഗം ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തോ കാര്യമായ ഫംഗ്ഷനാണ് തോന്നുന്നു ഇവിടെ നടക്കുന്നത്. എന്നിട്ട് നമ്മൾ റോഡ് ഇതാ നമ്മൾ ഓഡിറ്റോറിയത്തിൽ മാളിലെത്തിയിരിക്കുകയാണ്. VR മാളിലാണ് നമ്മൾ ഇന്ന് കാണാൻ വന്നത്, ഫിലിം കാണാൻ വന്നത്. എന്നിട്ട് പാർക്കിങ്ങിലേക്ക് പോകാമെന്ന് നമ്മൾ സ്ഥിരം പോകുന്ന സ്കൈ അമ്പമ്മൾ ഇവിടെ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇന്ന് VRലേക്ക് കയറി. അപ്പോൾ ഇനി പാർക്കിങ്ങിൻ്റെ കാർഡ് എടുക്കണം. ഇവിടെ ഒരു മെഷീനാണ്, ആ മെഷീനിൽ പ്രസ് ചെയ്താൽ നമുക്ക് പാർക്കിങ്ങിൻ്റെ കാർഡ് ഇത് കിട്ടും. പാർക്കിങ്ങിൻ്റെ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ബൈക്ക് പാർക്ക് ചെയ്യുക, നേരെ സിനിമക്ക് ഓടുക. കാരണം സിനിമ തുടങ്ങാനായി കറക്റ്റ് ടൈമാണ് എത്തിയ. അങ്ങനെ നമ്മൾ PVRലേക്ക് കയറി. അങ്ങനെ സിനിമ കാണുന്നു. സിനിമ എന്ന് വെച്ചാൽ കുഴപ്പമില്ല. 3 മണിക്കൂറുണ്ട് കേട്ടോ ഫിലിം. 3 മണിക്കൂറിന് മേലെ ഉണ്ട് തോന്നുന്നു. വലിയ ഫിലിമാണ്. കുറേ കാലത്തിന് ശേഷം ഇത്രയും വലിയ ഫിലിമൊക്കെ കണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. പാർക്കിങ്ങിൻ്റെ കാർഡ് എവിടെയോ കൊണ്ടുപോയി കളഞ്ഞു. ആ വീഡിയോ എടുത്തപ്പോൾ അവിടെ എവിടെയോ ചാടി തോന്നുന്നു. ഇനിയിപ്പോൾ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം, അതായത് 200 രൂപ. ഒന്നാമത് ഇവിടെ അന്യായ ഫീ ആണ് പാർക്കിങ്ങിന് വാങ്ങുന്നത്. മണിക്കൂർ വെച്ച് ഇവർ പൈസ വാങ്ങും. അപ്പോൾ പ്രത്യേകിച്ച് ഈ മാൾ കുറച്ച് കൂടുതലാണ് തോന്നുന്നു. അങ്ങനെ 200 രൂപയും കൊടുത്ത് നമ്മളിതാ പോവാണ്. നൈറ്റ് ലൈഫ് ചെന്നൈ ഇപ്പോൾ ഒരു 10 മണി 10:30 കഴിഞ്ഞ്. എന്നാലും ചെന്നൈ നഗരം ഉറങ്ങാറില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വഴിയോര കച്ചവടമൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഒന്നാമത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ നല്ല പോലെ. അങ്ങനെ നമ്മൾ ഈ ഹൈവേ ഒക്കെ വിട്ടിട്ട് ചെറിയ റോഡുകളിലൊക്കെ കയറുമ്പോൾ ഒരുപാട് അമ്പലങ്ങളുണ്ടാവും. ഇവിടെയെന്ന് വെച്ചാൽ തൊട്ട് അമ്പലങ്ങളാണ്. അപ്പോൾ ഈ അമ്പലങ്ങളിലെല്ലാം സൈഡിലൊക്കെ അമ്മൂമ്മമാരും മാത്രമല്ല എല്ലാവരും പൂക്കളെല്ലാം വെക്കുന്നുണ്ട്. പൂക്കളും മറ്റുള്ള അമ്പലത്തിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ എന്ത് രസമറിയാം കാണാൻ വേണ്ടിയിട്ട്. അതൊരു നല്ല രസമാണ്. പക്ഷെ അങ്ങനെ നമ്മളെ ഫ്ലാറ്റിൻ്റെ അടുത്തെത്തില്ല കേട്ടോ. ഷോർട്ട് കട്ട് വഴിയെല്ലാം വരിക ചെയ്തേ. അങ്ങ് കണ്ട് ഒരു ഫുൾ ലൈറ്റുണ്ടായ സ്ഥലമാണ് നമ്മളെ ഫ്ലാറ്റ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അടുത്ത ആഴ്ച മുഖ്യമന്ത്രിയാണ് വരുന്നത്, CM സ്റ്റാലിനാണ്. അപ്പോൾ അത് ഞങ്ങളെ ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റിലെ ഗ്രൗണ്ടിലാണ് കേട്ടോ അതിൻ്റെ വേദി. അതാണ് ഇങ്ങനെ ഫുൾ വെളിച്ചത്തിൽ മുങ്ങി നിൽക്കുന്ന വേദി. കണ്ടോ, മുഖ്യമന്ത്രിയല്ലേ വരുന്നത്, അതിൻ്റേതായ എല്ലാ ഒരുക്കങ്ങളും ഉണ്ടാകുമല്ലോ. അങ്ങനെ നമ്മൾ ഫ്ലാറ്റിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.